ഹായ് ഹലോ എല്ലാവർക്കും തത്ത കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ടൈം ടേബിൾ തരാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ പ്രാവശ്യം തൊട്ട് പഠിക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടൂടെ വേണം നമ്മൾ ഇനി തൊട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഒരിക്കലും നമ്മൾ പ്രിലിമിനറി ബേസ് ചെയ്തിട്ട് കുറേ ഫാക്ട്സ് പഠിക്കുന്നതിനപ്പുറത്തോട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. വ്യക്തമായിട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡിസ്ക്രിപ്റ്റീവും സ്റ്റേറ്റ്മെന്റ് മെത്തേഡും വന്നു കഴിഞ്ഞാലും നമുക്ക് അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിൽ വേണം ഈ ഓരോ പോർഷൻസും പഠിച്ചു പോകാനായിട്ട്. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഏതാണോ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. മാപ്പ് അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പ്, അതിൻ്റെ സയൻസ് ഇത് പഠിക്കുന്ന സമയത്ത് കുറേ ഫാക്ട്സ് നിരത്തി വെച്ച് റാങ്ക് ഫയൽ പഠിക്കുന്നതിനപ്പുറത്തോട്ട് എന്താണ് മാപ്പ്, അവിടെ തൊട്ട് നിങ്ങൾ തുടങ്ങണം. മാപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എത്ര ടൈപ്പ് മാപ്പുകളാണുള്ളത്, ഓരോ മാപ്പിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഇനി ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം ഒരു ടോപ്പിക്ക് പഠിക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഇപ്രാവശ്യത്തെ എക്സാമിന് 30 മാർക്കിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ 30 മാർക്കിനകത്ത് ഞാൻ ഓൾറെഡി ഇടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ തുടർന്ന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യനോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് ക്വസ്റ്റ്യൻ കൂടെ മിക്സ് ചെയ്യും. അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുമ്പോഴും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ലെവൽ ഇപ്പോഴേ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും ഞാൻ സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് ഇടും. അതും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിത് സ്ഥിരമായിട്ട് സ്റ്റേറ്റ്മെന്റ് മെത്തേഡിലോട്ട് മാറാം. അങ്ങനെ ആകുമ്പോൾ ഒബ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാലും ഡിസ്ക്രിപ്റ്റീവും സ്റ്റേറ്റ്മെന്റും എല്ലാം അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിലേക്ക് നമ്മൾ വളരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സിലബസ് നമുക്ക് നോക്കാം. ഫസ്റ്റിലെ ഹിസ്റ്ററിയാണ് പറയാൻ പോകുന്നത്. ഒരുപാടൊന്നുമില്ല, വലിച്ചു വാരി പഠിക്കേണ്ട. ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് നിന്ന് നമുക്ക് പഠിക്കേണ്ടത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. ഇത്രയും പോർഷൻസ് ആണ് പഠിക്കേണ്ടത്. അത് SCRTയും ബേസ് ചെയ്ത് പഠിക്കുക, പ്ലസ് ക്ലാസ്സുകൾ കണ്ടുപഠിക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വേണം പഠിക്കാൻ. അടുത്തത് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും നിങ്ങൾ ചൈനീസ് റവല്യൂഷൻ വ്യക്തമായിട്ട് പഠിക്കുക. ദെൻ ജോഗ്രഫിയിൽ നിന്നും മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്പ്, അതിൻ്റെ സയൻസ്, അതിനെപ്പറ്റി പഠിക്കുക. ഇന്ത്യ എന്ന് പറയുന്ന ജോഗ്രഫി ഫാക്ട്സിൽ നിന്നും ഹിമാചൽ പ്രദേശിനെ പറ്റിയിട്ടും അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടും ഉത്തർപ്രദേശിനെ പറ്റിയിട്ടും അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടും വ്യക്തമായിട്ട് പഠിക്കുക. പ്ലസ് ഇവിടെ ഞാൻ കറണ്ട് അഫയേഴ്സ് എന്ന് ഇട്ടിരിക്കുന്നത് ഈ ഹിമാചൽ പ്രദേശും UPയുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ദെൻ കേരള ജോഗ്രഫി, പാലക്കാട് ഡിസ്ട്രിക്റ്റിനെ പറ്റിയിട്ടും എയർ സർവീസിനെ പറ്റിയിട്ടും. എന്താണ് എയർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എയർ സർവീസ്, പാലക്കാടിൻ്റെ എയർ സർവീസ് അല്ല, കേരളത്തിൻ്റെ എയർ സർവീസുകളെ പറ്റിയിട്ട് നല്ല വ്യക്തമായിട്ട് പഠിക്കുക. എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം പഠിക്കുക. ദെൻ എക്കണോമിക്സിനകത്ത് നിന്നും റിസർവ് ബാങ്കും RBIയും പഠിക്കുക, അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കുക. അതുപോലെ കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും എക്കണോമിക്സുമായിട്ട് റിസർവ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുണ്ടെങ്കിൽ അതും പഠിക്കുക. ദെൻ സിവിക്സ് ആണ് പറയാൻ പോകുന്നത്. സിവിക്സിനകത്ത് നിന്നും വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, തണ്ണീർത്തടം സംരക്ഷണവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കുക. എന്താണ് തണ്ണീർത്തടം അതും വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതല്ല നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പഠിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നോക്കാം. ഒരിക്കലും ഫാക്ട്സ് പഠിച്ചുകൊണ്ട് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സ്കീംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ ഊന്നൽ കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഫസ്റ്റ് പോർഷനാണ് ഇട്ടിരിക്കുന്നത്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ്. അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ് കാണാം. അതല്ല പുറത്തുനിന്ന് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരിക്കലും റാങ്ക് ഫയലിനെ മാത്രം ആശ്രയിച്ചിട്ട് വന്ന് എക്സാം എഴുതാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രോഡായിട്ട് തന്നെ പഠിക്കുക. അടുത്ത ഇംഗ്ലീഷിൽ നിന്നും 2 ടോപ്പിക്സ് ആണ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഇട്ടിട്ടുണ്ട്. അത് ഓൾറെഡി നിങ്ങളെല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പോർഷൻ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ മാത്സിനകത്തു നിന്നും ഡേറ്റ് ആൻഡ് കലണ്ടർ, ഫാമിലി റിലേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷങ്ങളായിട്ട് റെപ്പറ്റേറ്റീവായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. മലയാളത്തിൽ നിന്നും സമാന പദമാണ് ഇപ്രാവശ്യം ഇട്ടിരിക്കുന്നത്. അപ്പം ഒരു കാര്യം പറയാനുള്ളത്, ഇപ്രാവശ്യം തൊട്ട് ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് മെത്തേഡിൽ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ഇടുന്നുണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ജക്റ്റിനെ പറ്റിയിട്ട് എത്രത്തോളം ആഴത്തിൽ അറിയാം എന്നുള്ള ഒരു
കാൽക്കുലേഷൻ നമുക്ക് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയും കൂടെ ഉൾപ്പെടുത്തുന്നത്. മൊത്തത്തിലായിട്ടില്ല, പകുതി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡും ബാക്കി നമ്മൾ ഒബ്ജക്റ്റീവ് മെത്തേഡ് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മൾ എക്സാം ഇത് ഇടാൻ പോകുന്നത് 9-ാം തീയതി, അതായത് അടുത്ത ബുധനാഴ്ചയാണ് എക്സാം ഇടാൻ പോകുന്നത്. അപ്പോൾ അന്നത്തേക്ക് ഇതെല്ലാം വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് വരിക, തറവായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് വരിക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ.